മാഡം എനിക്കിപ്പോൾ ഗ്ലൂക്കോമ ആണെന്ന് മാഡം പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ എല്ലാ വർഷവും കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് മാഡം പറഞ്ഞത് ഗ്ലൂക്കോമ ആണ്. അപ്പോൾ എനിക്കിത് നേരത്തെ കണ്ടെത്താൻ പറ്റുമായിരുന്നോ ഗ്ലൂക്കോമ? അതേപോലെ തന്നെ ഒരു സംശയം, എൻ്റെ കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ഗ്ലൂക്കോമ വരാനുള്ള സാധ്യതയുണ്ടോ? നമ്മൾ ഗ്ലോക്കോമ കണ്ടുപിടിക്കണമെങ്കിൽ കണ്ണിൻ്റെ ഞരമ്പായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്യണം. അതായത് ഡോക്ടറെ കാണിച്ച് കണ്ണിൻ്റെ ഞരമ്പ് നോക്കണം. നമ്മൾ ഈ കണ്ണടയുടെ ഒക്കെ പവർ നോക്കുന്ന പോലെ പവർ മാത്രം നോക്കി അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഞരമ്പ് നോക്കുമ്പോൾ ഗ്ലോക്കോമയുടെ കുറച്ച് ഫീച്ചേഴ്സ് കാണാൻ പറ്റും. അങ്ങനെ നേരത്തെ ചെറിയ ഫീച്ചേഴ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഏർലി സ്റ്റേജസിൽ ഗ്ലോക്കോമ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളുണ്ട്. സ്കാനിങ് ഉണ്ട്, പിന്നെ കൃഷ്ണമണിയുടെ തിക്നെസ് നോക്കി കറക്റ്റഡ് പ്രഷർ നോക്കുന്ന ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകളൊക്കെ നേരത്തെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ ഗ്ലോക്കോമയുടെ ഏർലി ആയിട്ടുള്ള സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ചാൽ നമുക്ക് തുള്ളിമരുന്ന് ഒഴിച്ച് തന്നെ അതിൻ്റെ പ്രോഗ്രഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഏർലി സ്റ്റേജിൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല. ലേറ്റർ സ്റ്റേജസിലോട്ട് പോകുമ്പോഴാണ് അത് നമ്മുടെ കാഴ്ചയെ ബാധിക്കുകയും പിന്നെ പെർമനൻ്റ് ആയിട്ടുള്ള കാഴ്ചക്കുറവ് വരികയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ചോദിച്ചല്ലോ ഫാമിലിയിലുള്ളവർക്ക് ഗ്ലോക്കോമ ഒരാൾക്കുണ്ടെങ്കിൽ ശരിക്കും അവരുടെ സിബ്ലിങ്സ്, പേരൻസ്, മക്കൾ ഇത്രയും പേരെ സ്ക്രീൻ ചെയ്യണം. കാരണം അങ്ങനെയുള്ളവർക്ക് ഗ്ലോക്കോമ വരാനുള്ള സാധ്യത സാധാരണ ആൾക്കാരെക്കാട്ടി ഒത്തിരി കൂടുതലാണ്. പിന്നെ ഗ്ലോക്കോമ വരാൻ കോമൺ ആയിട്ട് ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റീറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് സാധ്യത ഒത്തിരി കൂടുതലാണ്. ഇതൊന്നും ഇല്ലാത്തവർക്കും വരാം, പക്ഷേ ഇത്രയും കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ആ സാധ്യത കൂടുതൽ. ശരിക്കും എല്ലാവരും 40 വയസ്സ് കഴിയുമ്പം ടെസ്റ്റ് ചെയ്ത് നോക്കണം.